റെസ്യൂം ഉണ്ട്, എന്നാൽ ജോലിയൊന്നും ശരിയാവുന്നില്ല. ഹായ്, ഞാൻ അതുല്യ, CC സൈബർ ക്യാമ്പസ് കാലിക്കറ്റിൽ നിന്നാണേ. അപ്പോൾ നമ്മൾ അടിപൊളി റെസ്യൂം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളത് ഒരു കമ്പനീൻ്റെ മുന്നിൽ കൊടുക്കുന്നു, പക്ഷെ ജോലി ശരിയാവുന്നില്ല. എന്തായിരിക്കും റീസൺ? കാരണം റെസ്യൂം മാത്രം പോരാ. ഇനിയുള്ള കാലത്ത് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് കിട്ടാൻ എന്തുകൂടെ വേണം? പോർട്ട്ഫോളിയോ കൂടെ വേണം. അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ, എന്തിനാണ് പോർട്ട്ഫോളിയോ എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോർമലി ഒരു കമ്പനിക്ക് ഒരു എന്താ പറയുക, മീഡിയക്കാർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ ആയിരുന്നു ആദ്യങ്ങളിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സംഭവം ഒരു കമ്പനിക്ക് കൊടുക്കാറ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് കിട്ടണമെങ്കിൽ പോർട്ട്ഫോളിയോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. അതായത് എന്തുകൊണ്ടായിരിക്കും ഈ പോർട്ട്ഫോളിയോ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ളത്. നമ്മൾ ആദ്യം കൊടുക്കുന്ന എന്താണ്? റെസ്യൂം ആണ് അല്ലേ? അതായത് റെസ്യൂം ഉണ്ട്. റെസ്യൂമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കും? നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് കൊടുക്കും, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കും, സ്കില്ല് കൊടുക്കും, എഡ്യൂക്കേഷൻ കൊടുക്കും. അതായത് നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഒരു നമ്മളെ കമ്പനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ റെസ്യൂം ബിൽഡ് ചെയ്തെടുക്കും. എന്നാൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ലൈവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് എന്ത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കില്ലും അവിടെ ലിസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം എന്ന് മാത്രമാണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്? റെസ്യൂമിൽ കൊടുക്കുന്നത്. എന്നാൽ പോർട്ട്ഫോളിയോയിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ്? ആക്ച്വലി നമ്മൾ എന്തൊക്കെ ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം എന്നുള്ളതല്ല, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒറ്റയടിക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ കണ്ടാൽ അറിയാം, ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഈ കാൻഡിഡേറ്റ് ലൈവായിട്ട് ചെയ്തതാണ്. സോ അവർക്ക് എന്താ അറിയാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം എന്നുള്ളത് ക്ലിയർ ആക്കി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നിർത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതായത് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കൊടുക്കും അല്ലേ? റെസ്യൂമിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൊടുക്കും. ആ പറ്റുന്നത് ഇവിടെ എന്ത് ചെയ്യും? പ്രൂഫായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ ആകുമ്പോൾ നമ്മൾ അവിടെ വിത്ത് പ്രൂഫ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി കൊടുക്കും അല്ലേ? ഇവിടെ വരുന്ന സമയത്ത് അവിടെ റിയൽ പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും. ഇന്ന ക്ലയൻറ്റിൻ്റെ ഇന്ന പ്രൊജക്റ്റ് ചെയ്തു, അതിലെനിക്ക് ഇത്ര റിസൾട്ടുകൾ കിട്ടി, എൻ്റെ അച്ചീവ്മെൻറ്റുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ റിസൾട്ടുകൾ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പം SEO ചെയ്തിട്ടുണ്ടാവും, നമ്മളൊരു വെബ്സൈറ്റിനെ റാങ്ക് ചെയ്ത് ടോപ്പിൽ എത്തിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നതിനേക്കാളും നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അത് മനസ്സിലാവും. എന്ത്? ഓക്കെ, ഇയാൾക്ക് SEO ക്ലിയർ ആയിട്ട് അറിയാം എന്നുള്ളത് അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രേറ്റ് ഫോർ ജോബ് ആപ്ലിക്കേഷൻ, അതായത് ജസ്റ്റ് ഗ്രീറ്റ് മാത്രമായിരിക്കും കൊടുക്കുക. ഇവിടെ എന്താണ്? നമ്മുടെ ആ ക്ലയൻറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫോർമാറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബേസ്ഡാണ് എന്ത് വരുന്നത്? റെസ്യൂം വരുന്നത്. ഇവിടെ നമ്മൾ വിഷ്വൽ ആൻഡ് ഇൻട്രാക്റ്റീവ് ആണ്. നമുക്ക് പല രീതിയിൽ നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ട്, നല്ല കളർഫുൾ ആയിട്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട്, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സമയത്ത് എല്ലാ കമ്പനിയും ഇപ്പം നമ്മളെ സ്റ്റുഡൻസിന് സൈബർ ക്യാമ്പസിൽ നമ്മളൊരു സ്റ്റുഡൻസിന് വേണ്ടി ഒരു ജോബിന് നോക്കുന്ന സമയത്ത് നമ്മളോട് ആ കമ്പനി ചോദിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ പോർട്ട്ഫോളിയോ അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ നിർബന്ധമായും വേണം. നമ്മൾ സ്റ്റുഡൻസിനൊക്കെ, അതായത് സൈബർ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പോർട്ട്ഫോളിയോയിലേക്ക് വേണ്ട സംഭവങ്ങളും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ആഡുകൾ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യിക്കേണ്ടി വരും. ഇതൊക്കെ ലൈവായിട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം, അതായത് അതിൻ്റെ വിഷ്വൽ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം വിഷ്വലി അവർക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഒരു കമ്പനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഈ കുട്ടി അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഇതൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇനി എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? കാരണം നമ്മളൊരു പോർട്ട്ഫോളിയോ എന്ന് പറയാൻ, അല്ലാണ്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്താലേ നമുക്കത് അട്രാക്റ്റീവായിട്ടൊരു കമ്പനിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ഒരാൾ കാണുമ്പോൾ അതിൽ ഇൻസ്പയർഡ് ആവണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇൻസ്പയർഡ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? അതുപോലെ തന്നെ നല്ലൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ, നമ്മൾ കളർ തീമുകൾ, ഫോണ്ടുകൾ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ തീം നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് വർക്ക്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല
എന്താ പറയുക, നല്ലൊരു റിസൾട്ട്, നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ക്ലാരിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിലുള്ള വിഷ്വൽസ് നമ്മൾ കൊടുക്കാതെ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ റിസൾട്ടുകൾ ഷോ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പോർട്ട്ഫോളിയോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല കണ്ടന്റുകൾ മാത്രം, അത് നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ വലിച്ചു വാരി എഴുതാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പോർട്ട്ഫോളിയോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഗുഡ് UX, നല്ല എന്താ പറയുക യൂസർ എക്സ്പീരിയൻസ്, അതായത് നമ്മളെ നല്ല ഡിസൈൻ, നമുക്കൊരു കാണുമ്പം ഒരു മടുപ്പ് വരാത്ത രീതിയിലുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ SEO ഒപ്റ്റിമൈസ് ചെയ്യാം. നമ്മൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫയൽ നെയിമുകളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഗൂഗിളിൽ മറ്റൊരാൾ പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിലും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ SEO ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ മൊബൈലിൽ, അപ്പം നമ്മളെല്ലാവരും എല്ലാ സമയവും ലാപ്പിന് മുന്നിലായിരിക്കില്ല. അപ്പം നമ്മളൊരു കമ്പനിയിൽ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ മൊബൈലിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ആ മൊബൈലിൽ കാണുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വ്യൂ കറക്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ആൻഡ് ഷെയർ. ഈ ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു 10 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ CC സൈബർ ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ പോർട്ട്ഫോളിയോ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. അതായത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആ ഒരു ലാസ്റ്റ് ടൈമിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യല്ല, നമ്മൾ ആ പോർട്ട്ഫോളിയോയിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഫ്രം ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പോർട്ട്ഫോളിയോ പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ലാസ്റ്റിലേക്ക് റെസ്യൂം ബിൽഡ് ചെയ്യുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് ഷോ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു റിസൾട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രം ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ സൈബർ ക്യാമ്പസിൽ നിങ്ങൾക്ക് നമ്മൾ ചെറിയൊരു എന്താ പറയുക ഷോക്കേസ് മാത്രമാണ് ഇത്. നമ്മുടെ പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ നമ്മൾ പ്ലേസ്മെൻറ്റിന് നമ്മളൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ആ കമ്പനിക്ക് എന്തൊക്കെ വേണം സ്റ്റുഡൻറ്റിൽ നിന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക, നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്ലേസ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അതായത് നമുക്ക് പ്ലേസ്മെൻ്റ് ആക്കി കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ഒരുപാട് കോൺവൊക്കേഷൻ സെറിമണീസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് നല്ലൊരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൈബർ ക്യാമ്പസിൻ്റെ ഒപ്പം പോകുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും വരാം.